വിശുദ്ധ കുർബാനയെയും സക്രാരിയെയും ഇകഴ്ത്തുന്നവരെ ഒറ്റപ്പെടുത്തണം. പാരമ്പര്യ സംരക്ഷണത്തിന്റെ പേരിൽ വിശ്വാസത്തിന്റെ മഹാരഹസ്യമായ വിശുദ്ധ കുർബാനയുടെ സൂക്ഷിപ്പ് കേന്ദ്രമായ സക്രാരിയെ നിസാരവൽക്കരിക്കുന്ന പ്രവണത ചില പാരമ്പര്യവാദികളിൽ വർദ്ധിച്ചു വരുന്നു. കത്തോലിക്ക സഭയിലെ 24 വ്യക്തിസഭകൾക്കും ഒരുപോലെ ബാധകമായ സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നു, വിശുദ്ധ ആലയങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണ്. ഇത് സഭയുടെ പ്രാർത്ഥനാ സങ്കേതമാണ്. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ ആഘോഷിക്കുന്നതും സക്രാരിയിൽ സത്യമായി സന്നിഹിതരുമായ ക്രിസ്തുവിനെ ആരാധിക്കുന്നതുമായ സ്ഥലമാണ്. 24 വ്യക്തിസഭകളിൽ ഒന്നിനും ഈ പഠനത്തെ തള്ളിപ്പറയാനാവില്ല. തള്ളിപ്പറയുന്നവർ പുറത്തേക്കുള്ള വഴി സ്വയം വെട്ടുകയാണ്. 3/9/1965 പരിശുദ്ധ പോൾ ആറാമൻ പ്രസിദ്ധീകരിച്ച വിശ്വാസത്തിന്റെ രഹസ്യം എന്ന ശാക്രിക ലേഖനത്തിൽ നാം വായിക്കുന്നു, വിശുദ്ധ കുർബാനയിൽ കൂടിക്കൊള്ളുന്ന കർത്താവിന്റെ ശരീരവും രക്തവും നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കാവുന്നതല്ല. വിശ്വാസത്തിനു മാത്രമേ അത് നമുക്ക് കാണിച്ചു തരാനാകൂ. അവിടുന്ന് മുഴുവനായും വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാണ്. വിശുദ്ധ കുർബാനയിലെ ക്രിസ്തുവിന്റെ സാന്നിധ്യം മറ്റെല്ലാ സാന്നിധ്യ രീതികളെയും അതിശയിപ്പിക്കുന്നതാണെന്ന് പരിശുദ്ധ മാർപ്പാപ്പ എടുത്തു പറയുന്നു. ഇക്കാരണത്താലാണ് കത്തോലിക്ക ദേവാലയങ്ങളിൽ പ്രമുഖ സ്ഥാനത്ത് സക്രാരി സ്ഥാപിക്കുന്നതും വിശുദ്ധ കുർബാന സൂക്ഷിക്കുന്നതും. നമ്മുടെ ചില പാരമ്പര്യവാദികൾ പ്രൊട്ടസ്റ്റന്റ് സഭയുടെ സ്ഥാപകനായ മാർട്ടിൻ ലൂതറിന്റെ പഠനത്തിലേക്ക് ചായുന്നതായി സംശയിക്കണം. ലൂതർ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: വിശുദ്ധ കുർബാനയിൽ യേശു സന്നിഹിതനായിരിക്കുന്നത് അതിന്റെ ആഘോഷവേളയിൽ മാത്രമാണ്. അതും നമ്മുടെ വിശ്വാസത്തെ ആശ്രയിച്ചുമാണ്. അതിനാൽ കുർബാനയുടെ ആഘോഷം കഴിയുമ്പോൾ കൂദാശ ചെയ്യപ്പെട്ട തിരുവോസ്തി സാധാരണ അപ്പമായി മാറുന്നു. ഈ പഠനത്തെ 11/10/1551 ചേർന്ന സുനഹദോസ് തള്ളിപ്പറയുകയുണ്ടായി. ഇങ്ങനെ പഠിപ്പിച്ചവരെ സഭ പുറത്താക്കുകയും ചെയ്തു. ക്രിസ്തു വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്നത് ഭക്ഷിക്കപ്പെടാനും അതുവഴി നമുക്ക് നിത്യജീവൻ ലഭിക്കാനും വേണ്ടിയാണ്. ഈ ബോധ്യം സഭയുടെ ആരംഭകാലം മുതലുള്ളതുകൊണ്ടാണ് തിരുസക്രാരിയിൽ വിശുദ്ധ കുർബാന അർപ്പണത്തിന് ശേഷം തിരുവോസ്തി സൂക്ഷിച്ചു വെച്ചിരുന്നതും വീടുകളിലെ രോഗികൾക്ക് വിതരണം ചെയ്തിരുന്നതും. വീടുകളിലെ രോഗികൾക്ക് വിതരണം ചെയ്യാൻ കൊണ്ടുപോകുന്ന തിരുവോസ്തിയിലെ യേശുവിന്റെ യഥാർത്ഥ സാന്നിധ്യം സംശയിക്കുന്നത് അവിശ്വാസികളാണ്. സക്രാരിയിലെ തിരുവോസ്തിയെ ആരാധിക്കുന്ന ഭക്താഭ്യാസങ്ങളും കാലക്രമേണ തിരുസഭയിൽ വളർന്നു വന്നു. വിശുദ്ധ കുർബാന സൂക്ഷിക്കുന്ന തിരുസക്രാരിയെ ഇകഴ്ത്തി കാണിക്കുന്നവരെയും ദിവ്യകാരുണ്യ ആരാധനയെ തള്ളിപ്പറയുന്നവരെയും നമുക്ക് ഒറ്റപ്പെടുത്താം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേക്കും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.